ഹായ് ഫ്രണ്ട്സ്, മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് കപ്പയും മീൻകറിയും. ഇന്ന് നമുക്ക് കപ്പയും മീൻകറിയും ഉണ്ടാക്കിയാലോ? ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മീൻകറിയുടെ റെസിപ്പിയാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യമായിട്ട് ഒരു മിക്സർ എടുക്കുക. അതിനകത്ത് ഒരു 5-6 കൊച്ചുള്ളി ചേർക്കാം. 5-6 വലിയ കൊച്ചുള്ളിയാണ് വേണ്ടത്. അഥവാ ചെറിയ കൊച്ചുള്ളിയ നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ അത് നമ്പേഴ്സ് കൂട്ടി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ കൊച്ചുള്ളി ചേർത്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്യാം. ഞാനിവിടെ മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടില്ല, അല്ലാതെയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം. ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടി ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായിട്ടിത് മിക്സറിൽ അരച്ചെടുക്കാം. ഇനി നമുക്ക് 1 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി എടുത്ത് ചതച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്ത് ഇതിൽ ചേർത്ത് ഇതും കൂടെ ചതച്ചെടുക്കാം. ഇനി നമുക്ക് ചട്ടി ചൂടാക്കാൻ വെക്കാം. ചട്ടി ചൂടായ ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ശകലം വെളിച്ചെണ്ണ നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യമായിട്ട് നമുക്ക് ഉലുവ ആഡ് ചെയ്യാം. കുറച്ച് ഉലുവ ഈ തിളച്ച എണ്ണയിലേക്ക് ആഡ് ചെയ്യാം. ഈ ഉലുവ പൊട്ടിക്കിട്ടുമ്പോൾ ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 തക്കാളി ഇതിനകത്ത് അരിഞ്ഞ് ചേർക്കാം. ഇത് നല്ല പുളിയുള്ള തക്കാളിയാണ്, അതുകൊണ്ട് ഞാൻ 1/2 എടുക്കുന്നുള്ളൂ. ഇത് അരിഞ്ഞ് ഇതിനകത്തേക്ക് ചേർക്കാം. ഞാനിവിടെ എടുക്കുന്നത് 1/2 കിലോ മീനാണ്. സോ അതിനുള്ള മസാലയും കൂട്ടുമാണ് ഞാൻ പറയുന്നത്. ഇത് നന്നായിട്ട് വഴറ്റി കിട്ടണം. നമുക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റി ഉടച്ച് കിട്ടണം. ഉടയുന്ന പരുവത്തിൽ കിട്ടണം. എങ്കിൽ നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം. ഈ തക്കാളി നന്നായിട്ട് വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചെറിയ ഫ്ലെയിമിലിട്ട് വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ പൊടികൾ കരിഞ്ഞു പോകാൻ പാടില്ല.
ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും ഈ അരപ്പിൽ നിന്ന് എണ്ണ തെളിഞ്ഞു വരും. ആ സ്റ്റേജിലാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്യുന്നത്. എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്യാം. ഇതൊരു കറി പരുവമാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്യാം. പലരും പച്ചവെള്ളം ആഡ് ചെയ്യുന്നുണ്ട്, അത് കുഴപ്പമില്ല. എന്നാലും ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതിലേക്ക് നമുക്ക് 2 കൊടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ പുളി ആഡ് ചെയ്തു. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഇത് നല്ല തിളച്ച ശേഷം നമുക്ക് മീൻ ആഡ് ചെയ്യാവുന്നതാണ്. ഈ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഫിഷ് ആഡ് ചെയ്ത ശേഷം അതൊന്ന് മൊത്തത്തിലൊന്ന് തിളച്ച് വരണം. ആവശ്യത്തിന് ഉപ്പ് മീൻ ഇടുന്നതിന് മുന്നേ തന്നെ കറി നോക്കി കറക്റ്റ് ചെയ്യുക. അതിനുശേഷം മീൻ ആഡ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, മീനിട്ട് കറി തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് തീ സിമ്മിലേക്ക് കുറച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് ഇത് മൂടി വെച്ച് വേവിക്കാം. സ്വാദിഷ്ടമായ കേര മുളക് കറി ഇവിടെ റെഡിയാണ്.